എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ കുഞ്ഞു പെണ്ണ് ഹോലോ അവളാണെങ്കിൽ അവളുടെ കൺട്രോൾ നഷ്ടപ്പെട്ട് റിയൽ പവറിലേക്കും റിയൽ രൂപത്തിലേക്കും വരികയാണ്. അരങ്കാർ ലേഡിയെ അങ്ങനെ അച്ചറം പൊച്ചറം അടിച്ച് ദൂരേക്ക് തെറിപ്പിച്ച് അവൾ ഇച്ചിക്കോയെ താങ്ങിയെടുക്കും. അതിനുശേഷം ഇച്ചിക്കോയോട് പറയും, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി, നിന്റെ എമ്പതറ്റിയും ഹോളോസിനോടും മനുഷ്യരോടും ഓൾ റീപ്പേഴ്സിനോടുമുള്ള നിന്റെ സ്നേഹവും റെസ്പെക്റ്റും അതാണ് എൻ്റെ മനസ്സിനെ മാറ്റിമറിച്ചത്. ആക്ച്വലി ഞാനും ഈ എസ്പാഡൻ ടീമിലെ ഒരു മെമ്പറാണ്. വർഷങ്ങൾക്ക് മുൻപ് ആ ടീമിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു മാറി ഈ ചെറിയ സൈസിലേക്ക് വന്ന് എൻ്റെ ബ്രദേഴ്സുമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുകയായിരുന്നു. ഇപ്പൊ വീണ്ടും എനിക്ക് എൻ്റെ റിയൽ ഫോം അത് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞ് അവൾ അങ്ങനെ ഇച്ചിക്കോയെ തന്നെ നോക്കും. അതിനുശേഷം വീണ്ടും ആ അരങ്കാർ ലേഡിയുടെ അടുത്തേക്ക് പോയി ഒരിഞ്ഞ പോരാട്ടം. ഫൈറ്റിനൊടുവിൽ ആ അരങ്കാർ ലേഡിയുടെ കാറ്റ് പോയെന്ന് കരുതി ആണെങ്കിൽ ഒരുപാട് സന്തോഷത്തിൽ ഇച്ചിക്കോയെ ഹഗ് ചെയ്യും. ഒറിയബയ്ക്കാണെങ്കിൽ അതൊട്ടും സഹിക്കില്ല. അടുത്ത നിമിഷം അവർക്കൊരു അമ്പൻ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് ആ അരങ്കാർ ലേഡി വീണ്ടും ഇപ്പൊ കുഞ്ഞിപ്പെണ്ണ് ഹോലോയെ വെല്ലുവിളിക്കുകയാണ്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ തോൽപ്പിക്ക്. നീ എന്ത് കരുതി എന്റെ നമ്പർ 3 ആണെന്ന് കരുതി അത്ര എളുപ്പത്തിൽ എന്നെ തോൽപ്പിക്കാൻ കഴിയുമെന്നോ? നീ എസ്പാഡൻ വിട്ട് പോകുമ്പോൾ ഉള്ള പവറുകളല്ല ഞങ്ങൾക്കിപ്പോ ഉള്ളത്. ഒരുപാട് ട്രെയിനിങ് ഒക്കെ എടുത്ത് ഞങ്ങൾ വളരെയധികം പവർഫുള്ളായി. കുഞ്ഞിപ്പെണ്ണ് ഹോലോ ആണെങ്കിൽ ഇപ്പൊ മനസ്സിൽ ഉറപ്പിക്കും, അവളുടെ റിയൽ ഫോം അതെടുക്കാൻ സമയമായി. ഹൈ പവർഫുള്ളായ ആ മോൺസ്റ്റർ ഫോം അതിലേക്ക് മാറി ഇവരെ നശിപ്പിക്കണം. അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ഈ ലേഡി അരങ്കാറും അവളുടെ അസിസ്റ്റന്റും അവർ തീർച്ചയായിട്ടും ഇച്ചിക്കോയെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവളിപ്പോ അവളുടെ റിയൽ ഫോം അതങ്ങനെ റിലീസ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് റാഞ്ചിയാൻ ടീം അവരാണെങ്കിൽ ഇപ്പോഴും ആ റൂമിന്റെ പുറത്തേക്ക് പോകാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കാരണം ആ റൂം വളരെ ഡിഫറെന്റ് ആണ്. അവരുടെ പവറും എബിലിറ്റി ഒന്നും തന്നെ അതിൽ വർക്ക് ചെയ്യില്ല. അതെല്ലാം തന്നെ സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ പിങ്ക് തലേനെ തകർക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും റൂമിന്റെ പുറത്തേക്ക് പോകണം. അവിടെ വെച്ച് മാത്രമേ അവനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. സോ അങ്ങനെ കാര്യമായിട്ട് ചില പ്ലാനുകളൊക്കെ ആയി നമ്മുടെ ആൾക്കാർ ഓരോ എക്സിറ്റ് തോറും അങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ഇവിടെ ആ പിങ്ക് തലേനാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ അവസ്ഥ കണ്ട് പൊട്ടിച്ചിരിക്കും. അതിനുശേഷം നമ്മുടെ ആൾക്കാർ പോകാൻ ഉദ്ദേശിക്കുന്ന ഓരോരോ എക്സിറ്റുകളും അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് അവൻ നമ്മുടെ ആൾക്കാരെ കളിപ്പിക്കുകയാണ്. അവരാണെങ്കിൽ ഒരുപാട് ദൂരെ ഓടി ഇപ്പോൾ വീണ്ടും അതേ സീലിംഗ് റൂമിൽ തന്നെ വന്ന് പെട്ട് കിടക്കുകയാണ്. അവർക്ക് മനസ്സിലാവും ഇതിന്റെ എല്ലാം പിന്നിൽ ആ പിങ്ക് തലയൻ തന്നെയാണ്. അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ ലൂപ്പിൽ പെടുത്തിയിരിക്കുകയാണെന്ന് അവർ തിരിച്ചറിയും. അവർ ചുറ്റും നോക്കും. അപ്പോൾ അവർ കാണും അവരുടെ തൊട്ടു പുറകിലായിട്ട് ആ പിങ്ക് തലയൻ അവനങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുകയാണ്. അവൻ നമ്മുടെ ആൾക്കാരോട് പറയും, നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല. ഞാനുമായിട്ടുള്ള ഫൈറ്റ് അത് കംപ്ലീറ്റ് ചെയ്ത് എന്നെ തോൽപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയൂ. അല്ലെങ്കിൽ ഞാൻ പറയുന്ന അനുസരിച്ച് എക്സ്പെരിമെന്റിന് വേണ്ടി നല്ല കുട്ടികളായി തയ്യാറെടുത്ത് അനുസരണയോടുകൂടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ പവർ അതിനി ഈ റൂമിൽ വർക്കാവും. ഈ റൂമിലുണ്ടായിരുന്ന സീലിങ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞ് അവൻ വീണ്ടും നമ്മുടെ ആൾക്കാരെ നോക്കി പരിഹസിച്ചിരിക്കും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവർ കൺഫ്യൂസ്ഡായി പരസ്പരം നോക്കാണ്. അവൻ പറയുന്നത് സത്യമാണോ അതോ വീണ്ടും അവരെ ഏതെങ്കിലും ട്രാപ്പിൽ പെടുത്താൻ ശ്രമിക്കുകയാണോ എന്നവരറിയാതെ അങ്ങനെ നിൽക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ശ്വാസമൊക്കെ വലിച്ചുവിട്ട് അല്പം ഒന്ന് റിലീഫായിട്ട് നിൽക്കും. അടുത്ത നിമിഷം ആ അരങ്കാർ അവന്റെ തന്നെ സ്ക്വാഡ് എടുത്ത് അവന്റെ വായിലേക്ക് കുത്തി ഇറക്കുകയാണ്. അതങ്ങനെ ഇറക്കേണ്ട താമസം അവന്റെ മോൺസ്റ്റർ ഫോമിലേക്ക് ട്രാൻസ്ഫോം ആവും. അവന്റെ ബോഡിയിൽ നിന്ന് ഒരുപാട് പവർഫുൾ ആയ ലെങ്ത് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ടെന്റിക്കിൾസ് ഒക്കെ പുറത്തേക്ക് വരും. അതിൽ നിന്ന് ഒരു ഇങ്ക് ആണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ ദേഹത്തേക്ക് വന്ന് വീഴുകയാണ്. അതൊരു സ്പെഷ്യൽ ഇങ്കാണ്. നമ്മുടെ ആൾക്കാരുടെ ദേഹത്തേക്ക് വീഴുന്തോറും അവരുടെ കോപ്പീസ് അവിടെ ക്രിയേറ്റ് ആയിട്ട് വരും. പിങ്ക് തലയനാണെങ്കിൽ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ്സിനെ അവറ്റകളെ അവന്റെ ഇങ്ക് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്ത് നമ്മുടെ ആൾക്കാരുമായിട്ട് തന്നെ പരസ്പരം ഫൈറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അവൻ ആ ഫൈറ്റ് കണ്ട് അങ്ങനെ ആസ്വദിച്ച് നിൽക്കും. ഡ്യൂപ്ലിക്കേറ്റ്സ് ആണെങ്കിൽ നല്ല രീതിയിൽ പവർഫുൾ ആണ്. അവരുമായിട്ട് ഏറ്റുമുട്ടി നമ്മുടെ ആൾക്കാർ ഒരു വിധത്തിൽ ആ ഡ്യൂപ്ലിക്കേറ്റ്സിനെ നശിപ്പിക്കും. അവറ്റകൾ തകർന്നു പോയി, അവറ്റകളുടെ കാറ്റ് പോയി എന്നൊക്കെ കരുതി നമ്മുടെ ആൾക്കാർ സമാധാനിച്ച് നിൽക്കുമ്പോഴായിരിക്കും ആ തകർന്ന ഭാഗത്ത് നിന്ന് ഒരുപാടധികം കോപ്പീസ് ഇപ്പൊ എഴുന്നേറ്റ് വരികയാണ്. അത് കണ്ട് വീണ്ടും ആ പിങ്ക് തലേന് വല്ലാത്ത സന്തോഷം. നിങ്ങൾ എത്രയൊക്കെ തവണ നിങ്ങളുടെ ക്ലൗൺസിനെ കൊന്നു കളഞ്ഞാലും അതിൽ 10 മടങ്ങായിട്ട് അവറ്റകൾ വീണ്ടും നിങ്ങൾക്ക് നേരെ വരും. കണ്ണാടി പൈന് റാഞ്ചിക്കും ഇപ്പൊ വല്ലാത്തൊരു ക്രീപ്പി ഫീൽ തോന്നും. കാരണം ഒരുപാട് ക്ലൗൺസ് അങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. ഇവറ്റകളെ മുഴുവൻ നശിപ്പിക്കണമെങ്കിൽ അവർക്ക് ഒരുപാട് സ്ട്രെങ്ത്തും സമയവും ആവശ്യമാണ്. ഇവറ്റകളുമായിട്ട് ഏറ്റുമുട്ടി അവർക്ക് ഒരുപാട് സമയവും സ്ട്രെങ്ത്തും എല്ലാം തന്നെ നഷ്ടപ്പെടും. മാത്രമല്ല അതിനുശേഷം ആ പിങ്ക് തലയനുമായിട്ട് ഫൈറ്റ് ചെയ്യുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. സോ അവന്റെ ലക്ഷ്യവും അത് തന്നെയാണ്. മാക്സിമം നമ്മുടെ എനർജിയും പവറും കുറച്ച് കൊണ്ടുവന്ന് അവന്റെ മുൻപിൽ സറണ്ടർ ചെയ്യിപ്പിക്കുക. അതിനുശേഷം അവൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം
നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നതാണ്. പക്ഷെ നമ്മുടെ മുൻപിൽ വേറെ വഴിയില്ല. ഇവറ്റകളെ എത്രയും വേഗം തകർത്ത് പിങ്ക് തലയൻ അരങ്കാർ അവൻ അടുത്ത പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അവനെ ഇല്ലാതാക്കണം. അല്ലെങ്കിൽ അവൻ നമ്മളെ ഇല്ലാതാക്കും. നമ്മൾ ഇച്ചുകോയ്ക്കും ബാക്കിയുള്ളവർക്കും കൊടുത്ത പ്രോമിസ് അത് നിറവേറ്റിയേ പറ്റൂന്ന് പറഞ്ഞ് അവർ വീണ്ടും അവരുടെ അറ്റാക്കിംഗ് മോഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കണ്ണാടി പയ്യനും റാഞ്ചിയും അവർ രണ്ടാമോ ചിന്തിക്കാതെ അവരുടെ ബാങ്കായ് പവർ തന്നെ അങ്ങനെ റിലീസ് ചെയ്യും. അടുത്ത നിമിഷം അവരുടെ ക്ലൗൺസും ബാങ്കായ് പവർ റിലീസ് ചെയ്യുകയാണ്. ഓൾറെഡി ആ പിങ്ക് തലയൻ ബാങ്കായ് പവർ റിലീസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് എല്ലാം തന്നെ ആ റൂമിൽ ഒരുക്കി കൊടുത്തു. അവൻ ക്രിയേറ്റ് ചെയ്തിരുന്ന സീലിംഗ് അത് അവൻ തന്നെ റിമൂവ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ബാങ്കായ്സ് അറ്റ് എ ടൈം റിലീസ് ആയതുകൊണ്ട് ആ ഒരു ബിൽഡിംഗ് മുഴുവനായിട്ടും ഇപ്പൊ തകർന്നു വീഴും. റാഞ്ചിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം അവർ ഇത്രയും നേരവും ശ്രമിച്ചത് എങ്ങനെയെങ്കിലും ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തു വരിക എന്നതാണ്. അതിപ്പോ അവരെ കൊണ്ട് സാധിച്ചിരിക്കുകയാണ്. ഇവിടെ ആ പിങ്ക് തലയും വില്ലനാണെങ്കിൽ ഏകദേശം കാര്യം പിടികിട്ടും. അവന്റെ പ്ലാൻ അത് ചെറുതായിട്ട് പാളിപ്പോയെന്ന് മനസ്സിലാക്കിയ അവൻ രണ്ടാമൊന്ന് ചിന്തിക്കാതെ നമ്മുടെ ആൾക്കാരെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. സോ അതിനാദ്യം തന്നെ അവൻ ആ ക്ലൗൺസുകളെ മുഴുവൻ ഇല്ലാതാക്കും. പിന്നീട് വീണ്ടും ഒരുപാട് പവറുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവന്റെ ടെൻഡിക്കിൾസ് ആയിട്ട് നമ്മുടെ ആൾക്കാരുടെ ഓരോരുത്തരുടെയും നേർക്ക് അങ്ങനെ പാഞ്ഞടുക്കുകയാണ്. കണ്ണാടിപ്പയ്യനാണെങ്കിൽ രണ്ടാമോ ചിന്തിക്കാതെ അവന്റെ പവർ ആരോ അതിപ്പോ ആ പിങ്ക് തലേനെ നേർക്ക് അയക്കാനായിട്ട് ഒരുങ്ങും. പക്ഷെ ഞൊടിയടയിൽ ആ അരങ്കാർ അവൻ അങ്ങനെ അവന്റെ ടെൻഡിക്കിൾസ് ഉപയോഗിച്ച് കണ്ണാടിപ്പയ്യനെ മുഴുവനായിട്ട് ലോക്ക് ചെയ്ത് അങ്ങനെ പിടിച്ചു വലിക്കുകയാണ്. ആ കാഴ്ച കണ്ട റാഞ്ചിയാണെങ്കിൽ അയ്യോ എന്ന് ഉച്ചത്തിൽ വിളിച്ച് അങ്ങനെ നിലവിളിക്കും. അങ്ങനെ ഒരു ട്വിസ്റ്റ് അത് അവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇനി എങ്ങനെ ആ പിങ്ക് തലേന്റെ കയ്യിൽ നിന്ന് ഓറിയോയെ അവനെ തിരികെ പിടിക്കും? അവൻ എന്തെങ്കിലും ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും വേഗം ആ പിങ്ക് തലയൻ അവന്റെ ടെസ്റ്റ് സബ്ജക്റ്റാക്കി മാറ്റും. അവർക്ക് ഓൾറെഡി ഒറിഹിബയെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോ അതിന്റെ കൂടെ കണ്ണാടിപ്പയ്യനെയും അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. റാഞ്ചി ആണെങ്കിൽ ഓടി അടുക്കുമ്പോഴേക്കും അടുത്ത നിമിഷം അവൻ ഇപ്പോ കണ്ണാടിപ്പയ്യൻ ഓറിയോയെ അങ്ങനെ പുറത്തേക്ക് വലിച്ചെറിയാണ്. റാഞ്ചി ആണെങ്കിൽ ഓറിയോയെ പിടിച്ചെഴുന്നേൽപ്പിക്കും. ഇവിടെ എന്താ നടക്കണമെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവില്ല. തട്ടിക്കൊണ്ടുപോയ അവൻ തന്നെ ഇപ്പൊ തിരികെ കണ്ണാടിപ്പയ്യൻ ഓറിയോയെ തിരികെ അയച്ചിരിക്കുകയാണ്. സോ അവരങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും ആ ഒരു അരങ്കാർ അവന്റെ കയ്യില് കണ്ണാടിപ്പയ്യൻ ഓറിയോയുടെ രൂപസാദൃശ്യമുള്ള ഒരു ഡോൾ കാണിച്ചു കൊടുക്കുക. അവരതിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന ഗ്യാപ്പിൽ അവൻ ടെൻഡിക്കിൾസ് നീട്ടി അടുത്ത ഇരയായ റാഞ്ചിയെ പിടിച്ചു വലിച്ച് അത് ലോക്ക് ചെയ്ത് കൊണ്ടുപോകും. കണ്ണാടിപ്പയ്യൻ ഓറിയോ ആണെങ്കിൽ നോക്കി നിൽക്കുന്ന സമയത്തായിരിക്കും അത് സംഭവിക്കുക. കണ്ണടച്ച് തുറക്കുന്ന അതേ സമയം തന്നെ ഇപ്പൊ റാഞ്ചിയെയും അവൻ തിരികെ വലിച്ചെറിയും. റാഞ്ചി ആണെങ്കിൽ ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് അങ്ങനെ നിൽക്കും. അടുത്ത നിമിഷം കണ്ണാടിപ്പയ്യൻ ഓറിയോ അവൻ ഛർദ്ദിക്കാനായിട്ട് തുടങ്ങുകയാണ്. റാഞ്ചി ഷോക്കായി ഇപ്പോ ആ പിങ്ക് തലയൻ അരങ്കാറിന്റെ കയ്യിലേക്ക് നോക്കും. അവന്റെ കയ്യില് ഇപ്പോ അവൻ ഓറിയോയെ ചെയ്തതുപോലെ തന്നെ റാഞ്ചിയുടെ അതേ ഷേപ്പിലുള്ള ഒരു പുതിയ ഡോളിനെ ക്രിയേറ്റ് ചെയ്ത് കയ്യിൽ വെച്ചിരിക്കുകയാണ്. അത് കണ്ട് നമ്മുടെ ആൾക്കാർ അങ്ങനെ പേടിച്ചു നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അറിയാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വിബിസോ.